ചക്കപ്പുഴുക്ക് കഴിക്കാൻ ആഗ്രഹം തോന്നിക്കഴിഞ്ഞാൽ പിന്നെ ഒന്നും നോക്കില്ല. ഞാൻ ഉച്ച കഴിഞ്ഞിട്ട് പോവുകയാണ് തിരിച്ചെന്ന ജോലി സ്ഥലത്തേക്ക്. അപ്പോൾ കസിൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ പറഞ്ഞു എന്നാൽ പിന്നെ നോക്കണ്ട, ഇപ്പം തന്നെ നമുക്ക് റെഡിയാക്കിയേക്കാന്ന് പറഞ്ഞു. പ്ലാവ് നോക്കിയപ്പോൾ പ്ലാവിന് ഭയങ്കര ഹൈറ്റ്. പറമ്പിൽ വേറെ ചെറിയ പ്ലാവുകളൊന്നുമില്ല, ഇതിൽ കയറാൻ പറ്റില്ല, വെറുതെ റിസ്ക് എടുക്കണ്ടല്ലോ, അത് പോവല്ലേ. അപ്പോൾ തോട്ടി വിട്ടണം. തോട്ടി ഒരു തോട്ടി വെച്ചിട്ട് എടുത്തില്ല, അപ്പോൾ ഈറ്റയാണ് ഉപയോഗിക്കുന്നത്. ഇതേ കിടക്കുന്നുണ്ടോ, അത്ര ഹൈറ്റിലാണ് കിടക്കുന്നത്. അപ്പോൾ ഒരു തോട്ടി വെച്ചിട്ടായില്ല, അപ്പോൾ 2 തോട്ടി വെച്ച് കെട്ടി അതിൽ അരിവാള് കെട്ടണം. ഇത് കണ്ടോ, കസിനെ പുള്ളിയിരുന്ന് കെട്ടിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇതൊരു രസമല്ല പരിപാടി. അപ്പോൾ പുള്ളിയെടുത്ത് പറഞ്ഞപ്പോൾ പുള്ളി വേറെ കസിൻസ് ഉണ്ടായിരുന്നു, റിലേറ്റീവ്സ് ഉണ്ടായിരുന്നു, എല്ലാവരും പോകുന്ന കാരണം വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒക്കെ പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റും. അതുകൊണ്ട് ഈ അരിവാള് റെഡിയാക്കണം, തോട്ടി കെട്ടണം. നിങ്ങളുടെ അവിടെ ഈ ഇതിനെന്താ പറയുക, തോട്ടിന്ന് തന്നെയാണോ? ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇത് ഇച്ചിരി പണിയാണ് കേട്ടാ. അത് എനിക്കറിയാം, പക്ഷേ ഞാൻ കുറേ നാളായില്ലേ നാട്ടിലേക്ക് വന്നിട്ട്. ഞാൻ ചിലപ്പോൾ കെട്ടിക്കഴിഞ്ഞ് പ്ലാസ്റ്റിക് വള്ളി ആയതുകൊണ്ട് ഇത് ചിലപ്പോൾ അഴിഞ്ഞു പോകും. ഇതിന് ഞങ്ങൾ കേരവള്ളി എന്നാണ് പറയുക. അപ്പോൾ ഈ കേരവള്ളി വെച്ചിട്ടാണ് തോട്ടുകെട്ടലും പരിപാടിയൊക്കെ. നല്ല സ്ട്രോങ് ആട്ടോ സംഭവം. അങ്ങനെ അത് കഴിഞ്ഞു. തോട്ടിക്ക് നല്ല വെയിറ്റാണ്, നല്ല കഷ്ടപ്പാടായി പൊക്കിയെടുക്കാൻ. ഇത് വളഞ്ഞും പോകുന്നുണ്ട് എന്താ. ഇനി മേളിൽ എത്തുമോ ഇല്ലയോ എന്നറിയില്ല, നോക്കട്ടെ. ഇതൊക്കെ ചെയ്യുന്ന പുള്ളി ഞാനിങ്ങനെ വീഡിയോ പിടിച്ചുകൊണ്ടിരിക്കുന്നത്. അതെന്തായാലും നല്ല ഹൈറ്റിലായതുകൊണ്ട് എത്തിയാലും തോട്ടി ബാലൻസ് ചെയ്യാൻ പാടായിരിക്കും. ചക്കയില അടുത്ത എൻ്റെ ചാൻസ്. പുള്ളി ഒന്ന് ട്രൈ ചെയ്തു. ഇത് പെട്ടെന്ന് മടുക്കുന്നു, കയ്യിൽ ഹോൾഡ് ചെയ്യാൻ പറ്റത്തില്ല, 2 പേര് വേണം. ഞാൻ പിന്നെ വീഡിയോ പിടിക്കുന്നതുകൊണ്ട് പുള്ളിയോട് പറഞ്ഞു, ചേട്ടാ ഇതൊന്ന് ഹാൻഡിൽ ചെയ്യും, ഞാൻ ട്രൈ ചെയ്യാന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ ഒരു ശ്രമമാണ്. കിട്ടി കറക്റ്റായിട്ട്. അയ്യോ, അത്ര ഉയർത്തിന്ന് പോകുന്നതുകൊണ്ട് ചക്ക മിക്കവാറും ചാർന്നിട്ടുണ്ടാവും. ഈ 2ാമത്തെ ചക്ക ഇടണം. അപ്പോൾ അതും കൂടി ഇട്ട് കഴിഞ്ഞാൽ അമ്മ താഴെ നിൽപ്പുണ്ടായിരുന്നു. അപ്പോൾ അമ്മേനെ വിളിച്ചതാണ്. അതുകൊണ്ടോ ചക്ക വീണ് പൊട്ടി വിണ്ടുപോയി, നന്നായിട്ട് ചതഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതെടുത്തോണ്ട് വീട്ടിൽ പോകണം. നമ്മുടെ പറമ്പ് മുഴുവനും നശിച്ചു. ഇപ്രാവശ്യം പറമ്പ് നനയ്ക്കാൻ പറ്റിയില്ല, വെള്ളം തീരെയില്ലായിരുന്നു, എല്ലാം ഉണങ്ങിപ്പോയി. നമ്മുടെ ആദായങ്ങൾ മൊത്തം പോയി. ആകെ കാപ്പിയും കുരുമുളകും ബാക്കിയുള്ളൂ. അയ്യോ, ഇനി ഇത് വീടെത്താറായി. ഒറ്റയ്ക്ക് പിടിക്കല. ഒരു ചക്കയും കൂടി ബാക്കിയുണ്ട്, കണ്ടുപിടിച്ച് അതും കൂടി എടുക്കണം. അപ്പോൾ അതും നോക്കണം. അത് കണ്ടിട്ട് പിഞ്ചാന്ന് തോന്നുന്നുണ്ട്. കാരണം ഈ നിങ്ങൾക്ക് ചക്ക നോക്കുമ്പോൾ അറിയില്ല അതിൻ്റെ മൂപ്പ്, അതായത് ഇങ്ങനെ അതിൻ്റെ ആ മുള്ളിങ്ങനെ വിടർന്നിരിക്കും. അല്ലാത്തതാണെങ്കിൽ വേറെ അറുത്തിലേക്കൊന്നും പോകണ്ട. ചക്ക കണ്ടാൽ അറിയാം. ഞാൻ പറഞ്ഞില്ല, മുള്ള് വിടർന്നിരിക്കുകയാണെങ്കിൽ അത് മൂത്തായിരിക്കുന്നു. കണ്ടോ, നേരെ കാണാൻ പറ്റും. പണ്ടൊക്കെ നമ്മുടെ വീട്ടിൽ
ഇങ്ങനെ ചക്കപ്പുഴുക്ക് ഡെയിലി ചെയ്യുന്നൊരു കാര്യമായിരുന്നു, ഡെയിലി ഒരു ഭക്ഷണത്തിൻ്റെ ഭാഗമായിരുന്നു. ഇപ്പോൾ അതൊക്കെ മാറി, ഇപ്പോൾ എല്ലാവർക്കും അവരുടെ തിരക്ക്. ഇത് ഒരുപാട് സമയമെടുക്കും, ഇത് വെട്ടിപ്പുഴുങ്ങലും പരിപാടിയൊക്കെ 1, 2, 3 പേരൊക്കെ ഉണ്ടെങ്കിലേ നടക്കുകയുള്ളൂ. കാര്യം ഇത് ഒരു പ്രാവശ്യം മുറിച്ച് കഴിഞ്ഞാൽ പിന്നത്തേക്ക് വെക്കാൻ പറ്റില്ല, മൂത്തയൊക്കെയാണ് പിറ്റേ ദിവസം പഴുത്തു പോകും. ഇത് കൂഴച്ചക്കയല്ലേ, അപ്പോൾ അത് കൂഴച്ചക്ക ഇങ്ങനെ കുഴഞ്ഞിരിക്കും. അതുകൊണ്ട് പച്ചച്ചക്ക ആയിട്ട് ആവശ്യമാണെങ്കിൽ നമ്മൾ അന്ന് തന്നെ വെട്ടി അത് റെഡിയാക്കി എടുക്കണം. വറക്കാനാണ് വറുത്ത് വെക്കണം, അല്ലെങ്കിൽ പിറ്റേ ദിവസത്തേക്ക് ഇത് വെക്കാൻ കൊള്ളത്തില്ല. മൂത്തുകൊണ്ട് ഇതിൻ്റെ അരക്ക് കുറവാണ്, ഞങ്ങൾ മുളഞ്ഞിൽ എന്ന് പറയും, അരക്ക് കുറവാണ്. അതിൻ്റെ എല്ലാ പാർട്സ് എല്ലാം നമുക്ക് എടുക്കാൻ പറ്റും. ചകനെ ഒന്നും വേസ്റ്റ് ആക്കാനില്ല ഇതിൽ, കറിക്കോ. ടൗണിലേക്കൊക്കെ ആൾക്കാർ ഇതെല്ലാം കറി വെക്കും. നമ്മുടെ നാട്ടിൽ ഈ ഇത് മാത്രം എടുക്കുള്ളൂ, ചുളയും കുരു മാത്രമേ ഉള്ളൂ. ഇതിൻ്റെ പാട വരെ കറി വെക്കുന്ന, ചക്കക്കുരുവിൻ്റെ ഇടയ്ക്കുള്ള പാടം ഉണ്ടാവും, അതുവരെ കറി വെക്കുന്നത്. ഞാനിത് കുറേ കഴിച്ചു. ഫ്ലൈറ്റിൽ പോകണ്ട, വയറുവേദന ഉണ്ടാവില്ലോ എന്നറിയില്ല. പക്ഷെ നമ്മൾ ഇതെന്താ വെച്ചാൽ പച്ചച്ചക്ക ഒരുപാട് കഴിച്ചു കഴിഞ്ഞാൽ 2 കല്ലുപ്പും 2 കുരുമുളകും എടുത്ത് കഴിയും. കുരുമുളക് പിന്നെ നമ്മുടെ വീട്ടിലെപ്പോഴും ഉണ്ടാവുമല്ലോ, കൃഷിയുണ്ട്, അപ്പോൾ അതുകൊണ്ട് എപ്പോഴും അത് വീട്ടിലുണ്ടാവും. ഇത് ഈ ചെറിയൊരു പീസിന് ഈ ഖത്തറിൽ 15 റിയാലാണ് കേൾക്കണമെങ്കിൽ. പിന്നെ അന്ന് ബന്ധുക്കളൊക്കെ എല്ലാവരും ഉണ്ടായിരുന്നതുകൊണ്ട് പെട്ടെന്ന് കാര്യങ്ങളൊക്കെ ആയി, ഇല്ലെങ്കിൽ അന്ന് സമയം എടുക്കും. എനിക്കാണ് ഉച്ച കഴിഞ്ഞിട്ട് പോകാനുള്ളതാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടായിരുന്നതുകൊണ്ട് പടപെട്ടേന്ന് റെഡിയാക്കി. കണ്ടോ, ഇതങ്ങനെ 1 by 1 ആയിട്ട് റെഡിയാക്കണ്ടേ, അപ്പോൾ അതിന് സമയമെടുക്കും. കുരു സെപ്പറേറ്റ് ആക്കണം. പിന്നെ ഇതിൽ ഇച്ചിരി കൂടി മൂപ്പ് കുറഞ്ഞ ചക്കയാണെങ്കിൽ നമ്മൾ അതിൻ്റെ കുരുവും കൂടി ഇടും കേട്ടോ, നല്ല ടേസ്റ്റാണ് കുരുവും അതിനകത്തിടുന്നത്. മറ്റുള്ള സ്ഥലങ്ങളിലേക്ക് ഇതിങ്ങനെ പുഴുക്കായിട്ട് എടുക്കാറില്ല, അവർ ചോറിൻ്റെ കൂടെ കുറച്ചെടുക്കുന്നത്. ഞങ്ങളിത് പുഴുക്കായിട്ട് മാത്രം കഴിക്കും, പുഴുക്കും മീൻകറിയും. അതാണ് നമ്മുടെ നാട്ടിലുള്ള ഏറ്റവും ഫേവറേറ്റ് ഐറ്റം. പിന്നെ കപ്പയുണ്ട് കേട്ടോ, കപ്പ ഡെയിലി ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട്. ഇപ്പോൾ എന്താ ആൾക്കാർക്ക് പണിക്ക് വരുവാണ്, നമ്മൾ കപ്പയാണ് മെയിനായിട്ട് കൊടുക്കാറ്. ബാക്കിയുള്ള സ്ഥലങ്ങളിൽ കപ്പയ്ക്ക് അത്ര ഇഷ്ടം, കപ്പയോട് അത്ര ഇഷ്ടമല്ല എന്ന് തോന്നണം. കാരണം നമ്മൾ കപ്പയ്ക്ക് ഇങ്ങനെ അരപ്പ് ചേർക്കും കപ്പപ്പുഴുക്കിനെ. വേറെ നാടുകളിലൊക്കെ ഞാൻ നമ്മുടെ വടക്ക് സൈഡ് അല്ലെങ്കിൽ പെരുമ്പാവൂർ എറണാകുളം സൈഡോ അല്ലെങ്കിൽ സൗത്ത് സൈഡോ കേരളത്തിൻ്റെ അവിടെ ആരും ഇങ്ങനെ അരപ്പ് ചേർക്കില്ല. ഒന്നാമത് ഹൈ റേഞ്ച് ഏരിയയിൽ മാത്രം അങ്ങനെ ഒരു ശീലം ഞാൻ കണ്ടിട്ടുള്ളൂ. മറ്റുള്ളവർ ചോദിച്ചാൽ പറയാം അതിങ്ങനെ അവരുപയോഗിക്കാറില്ല അങ്ങനെയെന്ന്. പുഴുക്കായിട്ട് എടുക്കുകയാണെങ്കിൽ അതിൻ്റെ അകത്ത് ജസ്റ്റ് കടുക് പൊട്ടിച്ചെടുക്കുകയുള്ളൂ. നമ്മുടെ അവിടെയാണ് തേങ്ങ സംഭവങ്ങളൊക്കെ ചേർക്കും. അതാണ് എനിക്ക് തോന്നുന്നത് അതിൻ്റെ ഒരു ടേസ്റ്റ് വരുന്നത്. അതിൻ്റെ ഏറ്റവും കൂടുതൽ ഇച്ചിരി ടേസ്റ്റ് നമുക്ക് തോന്നുന്നത് അതാണ്. ഈ രണ്ടാമത്തെ ചക്കയാണ് ഞാൻ പറഞ്ഞില്ലേ, രണ്ടാമത്തെ ചക്ക ഒന്ന് നോക്കണം. കാര്യം ഇത് മൂത്തിട്ടില്ല കറക്റ്റ്, അത് കണ്ടാൽ അറിയാം. പിന്നെ അത് അത്രയും ഹൈറ്റിലല്ലേ, അത് വേറെ ആരും ഇടത്തില്ല. ഞാനും പുള്ളിയുള്ള സമയത്ത് ഇടുള്ളൂ. അച്ഛനമ്മയ്ക്ക് അത്ര വലിയ തോട്ടി ഇതൊക്കെ എടുക്കൽ ബുദ്ധിമുട്ടാണ്. അപ്പം നോക്കിക്കഴിഞ്ഞാൽ എന്തായാലും മൂത്തിട്ടില്ല. അപ്പോൾ ഉള്ള ചക്ക വെച്ച് ആഘോഷമാക്കാമെന്ന് വെച്ച്. എത്ര പേരുണ്ടെങ്കിലും ഇത്രയും ചക്ക ഉണ്ട്, നല്ല ലാവിഷാണ്. ഒരു ഒറ്റ ചക്ക മതി. ഈ ഇവിടെ ഖത്തറിൽ വന്നിട്ട് ഞാൻ ചക്കയുടെ വില നോക്കി, എൻ്റെ ദൈവമേ, ഒരു ചെറിയൊരു പീസിന് 15 റിയാലാണ്. 15 റിയാൽ ഒരു ചെറിയൊരു പീസ്. പുറത്തൊക്കെ വന്നിട്ടുമ്പോഴാണ് ഈ ചക്കയുടെ വില മനസ്സിലാവുന്നത്. എത്ര രൂപ ഇതിന്? ഒരു ചെറിയൊരു പീസിന് 15 റിയാൽ. ഒരു ചക്കയ്ക്ക് എങ്ങനെ പോയാലും 300, ഏതാണ്ട് 6000-7000 രൂപ. ഇത് ഒരു ഫ്ലൈറ്റിൽ കയറി ഞാൻ ഇടയ്ക്ക് അങ്ങനെ ഇവരെന്നോട് പറയാം, നീ ഒരു കുറച്ച് കൊണ്ടുപോടാ, നമുക്കങ്ങനെ കൊണ്ടുപോകാൻ പറ്റില്ലല്ലോ. പിന്നെ ആവശ്യത്തിനുള്ള വാർത്ത അങ്ങനെയുള്ളതിനൊക്കെ ചാനലിലിടാൻ. ഒരു മിനിറ്റ്, ഇത് വെച്ച് കറി വെക്കില്ലേ ഈ സാധനം? അരപ്പ് ചേർക്കണം. അപ്പോൾ അരപ്പ് ചേർക്കാനായിട്ട് ഇതിൻ്റെ കൂടെ തേങ്ങ, മഞ്ഞൾ, ജീരകം അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ മിക്സ് ചെയ്ത് അരച്ച് എടുക്കണം. എന്നിട്ട് ഇതിലേക്ക് ചക്കയ്ക്കകത്ത് വെള്ളം ഒഴിച്ച് ഉപ്പും അതിൻ്റെ കൂടെ മിക്സ് ചെയ്തിട്ട് നമ്മൾ വേവിക്കാൻ വെക്കണം. വേവിച്ച് കഴിയുമ്പോഴത്തേക്ക് പിന്നെ ഇതിട്ട് മിക്സ് ചെയ്യണം. ഇതൊക്കെ അമ്മയുടെ ഭാഗമാണ്. ഇതിന് ഉപയോഗിക്കുന്ന കോലെന്ന് പറഞ്ഞാൽ മറ്റേ തെങ്ങിൻ്റെ മടലില്ലേ, മടൽ വെട്ടിയിട്ടാണ് എടുക്കുന്നത്. കാര്യം മറ്റുള്ള ഇതൊന്നും കറക്റ്റായിട്ട് കിട്ടത്തില്ല. അത് നമ്മൾ മടൽ വെട്ടി ചെത്തി
മിനിക്ക് ഒരുക്കി വെച്ചേക്കും. ഇത് ഈ ചക്ക ഇളക്കാനും കപ്പ ഇളക്കാനും വേണ്ടി മാത്രം ഉപയോഗിക്കുന്നൊരു സാധനമാണ്. ഇത് ഹൈ റേഞ്ചിൽ ഞാൻ കണ്ടിട്ടുള്ളൂ, വേറൊരു നാട്ടിൽ ഞാൻ ഈ ഒരു ഇതിൽ കണ്ടിട്ടില്ല. അതിൻ്റെ പേരും എനിക്കറിയത്തില്ല. ഇത് ഈ ടൂളുണ്ടല്ലോ, ഇത് വേറൊരു സ്ഥലത്ത് ഞാൻ കണ്ടിട്ടില്ല. ഇത് നമ്മുടെ അവിടെ മാത്രം, ഇത് ഈ 2 പർപ്പസിന് വേണ്ടി മാത്രമേ ഉപയോഗിക്കുകയുള്ളൂ. എന്നിട്ട് ഇത് നമ്മൾ തേച്ച് കഴുകി എടുത്ത് വെക്കും, ഇനി അടുത്ത സീസണിൽ എടുക്കാൻ വേണ്ടിയിട്ട്. കണ്ടോ, ഇത് വർഷങ്ങളായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന. പണ്ട് ഇങ്ങനെ പനയുടെ ഒക്കെ ഉപയോഗിക്കുമായിരുന്നു. അതുപോലെ ഈ ചിരട്ടയുടെ തവിയില്ലേ, അതുപോലെ അതൊക്കെ ഇപ്പോഴും വീട്ടിലുണ്ട്, ഒരുപാടുണ്ട്. സംഭവം റെഡി ആയിട്ടുണ്ട്. ഇച്ചിരി മഞ്ഞൾ കുറഞ്ഞു പോയി, അതിൻ്റെ ഒരു കുഴപ്പമുണ്ട്. ഇതിന് ഇച്ചിരി കൂടി വേവാനുണ്ട്. ഇത് മിക്സ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. മിക്സ് ചെയ്ത് കഴിയുമ്പോൾ ഇതിന് കുഴഞ്ഞു വരും. ഇതും ഫിഷ് കറി ഇവ ഒരു രക്ഷയില്ല. പിന്നെ അമ്മ പറഞ്ഞത് വേഗുന്നതനുസരിച്ച് ഇതിൻ്റെ കളർ കൂടി വരുന്നത് കണ്ടോ, കളർ കൂടി വന്നത് നമുക്കറിയാനില്ലായിരുന്നു.